ദിവസത്തിനൊക്കെ ഒരു ചാക്ക് 1650 രൂപ 3 ദിവസത്തിനൊക്കെ വേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ ഈ 3 ദിവസത്തിനൊക്കെ ഇതാകുമ്പോൾ 10 ദിവസം വേണമെങ്കിൽ നമുക്ക് 10,000 ചില്ലാനും രൂപ തീറ്റക്ക് വേണം. നമ്മളാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ കൗതുകകരവും രസകരവുമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളിന്ന് കരിങ്കോഴികളെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കരിങ്കോഴിയെ കാണിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ബ്രീഡേഴ്സ് ഉണ്ട്. ഈ കരിങ്കോഴിയെ വളർത്തുന്ന അല്ലെങ്കിൽ കരിങ്കോഴി ഫാം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ തന്നെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കരിങ്കോഴി എങ്ങനെ ലാഭകരമായിട്ട് നമുക്ക് വളർത്താം, അതോടൊപ്പം തന്നെ ഇതിനെങ്ങനെ ജൈവ രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ട് കരിങ്കോഴിയെ ലാഭകരമായി വളർത്തിയിട്ട് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇത് ഒരുപാട് കോഴി കർഷകർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ കൂടി ഒരു ഗുണകരമായ രീതിയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മണ്ണാർക്കാടിനടുത്ത് കൊറ്റിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അനീഷ് ബാബു എന്ന കർഷകൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കരിങ്കോഴി ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് എങ്ങനെ കരിങ്കോഴിയെ വളർത്താം, അതിനെ എങ്ങനെ നമുക്ക് ഒരു ഡെവലപ്പ് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അനീഷ് ഭായിയൊക്കെ ചെയ്യുന്ന ഐഡിയകൾ ശരിക്ക് ഓരോ കർഷകരും കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഈ നാടുകളിലുള്ള എല്ലാ കർഷകരും കാണുകയും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. എങ്ങനെയെന്നുള്ളത് നമുക്ക് അനീഷ് ഭായിയോട് വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അനീഷ് ഭായിയുടെ കോഴികളെ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അനീസ് കാ, നമ്മളൊരു കരിങ്കോഴി ഫാം തുടങ്ങുമ്പോഴേ ഒരു തുടക്കത്തിൽ നമ്മളിതിൻ്റെ മാർക്കറ്റ് അതുപോലെ തന്നെ ഇവയെ വളർത്തുന്ന രീതി അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയായിട്ടില്ലേ? നിങ്ങളൊരു വിജയകരമായ ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഇത് ഒരു ആളിങ്ങനെ കോഴി വളർത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്ന കാര്യം യൂട്യൂബിൽ പോയി ചാനലുകൾ സെർച്ച് ചെയ്യാണ്. ഞാനും അതേപോലെ ചെയ്ത ഒരാളാണ്. ഒരുപാട് ചാനലുകളുടെ ഹെഡിങ് തന്നെ വരുന്നത് വൻ ലാഭകരം, വലിയ സമ്പാദ്യം, പിന്നെ സ്വർണം കൊയ്യാം, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും കരിങ്കോഴി വളർത്താൻ വന്നത്. പക്ഷേ ഈ സംഭവത്തിൽ എല്ലാ ബ്രീഡേഴ്സും എന്ന് ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം ബ്രീഡേഴ്സും അവരുടെ പോസിറ്റീവ്സ് മാത്രമാണ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക. അത് ഏതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു സ്വഭാവമാണ്. അതിൽ കുറച്ച് ആളുകളാണ്, ഞാൻ എന്നെ കണ്ടിട്ട് ഒരാൾ ആണ് മീൻ വളർത്തലിനെ കുറിച്ചിട്ട് വളരെ സത്യസന്ധമായി ഞാൻ വളർത്തിയിട്ട് ഇതുവരെ എനിക്ക് ലാഭകരമായി തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ വീഡിയോ കണ്ടത്. പക്ഷെ ഞാൻ അയാളെ മറക്കില്ല, കാരണം അയാൾ സത്യസന്ധനായൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനും അതേപോലെ സെർച്ച് ചെയ്യുന്ന ഓർഗാനിക് കേരളയിൽ സെർച്ച് ചെയ്യുന്ന ആളുകളോടാണ് എൻ്റെ നെഗറ്റീവ്സുകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ നെഗറ്റീവ്സുകൾ നാളെ നിങ്ങൾക്ക് പറ്റരുത്, നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണം, അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നെഗറ്റീവ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് പോസിറ്റീവ് ഉണ്ടാകുന്നത്. അതങ്ങനെ അനുഭവിച്ച ആളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുകൾ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് 175 രൂപക്ക് 45 ദിവസമായ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിൽക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഹാച്ചറികളിൽ നിന്ന് എടുത്തു കൊടുന്നു. അങ്ങനെ 4 ബാച്ച് കൊടുന്നു. അപ്പോൾ എൻ്റെ ഞാൻ മണ്ണുത്തി നിന്നാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അവിടെ ആയിരുന്നു. അന്ന് നമുക്കും ഈ സംശയങ്ങളുണ്ടായിരുന്നു, ഇത് കരിങ്കോഴിയാണോ, ഇതിൽ ബ്ലാക്ക് ഉണ്ടല്ലോ, വെയിറ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനെ ബന്ധപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് തന്നെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അത് ക്ലിയർ ആവും, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വേറെ ആളുകളോടും അനുഭവം പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു അത് കറക്റ്റാണെന്ന്. അങ്ങനെയാണ് ഞാൻ അതിൽ ഒരു വിശ്വാസം വന്നത്. ഇങ്ങനെ കുട്ടികളെ ഒരു ആഴ്ച ഒരു 100 എണ്ണം കൊടുന്നു, അടുത്ത ആഴ്ച 100 എണ്ണം കൊടുന്നു, അങ്ങനെ 4-5 ആഴ്ച കൊടുന്നു. അപ്പോഴേക്കും നമ്മുടെ അടുത്ത് 500 കുട്ടികളോളായി. ഈ 500 അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവർ 45 ദിവസമായാൽ ഫസ്റ്റ് കൊടുന്ന ബാച്ചിന് നമുക്കൊരു ആഴ്ചയിൽ 100 എണ്ണം വെക്കുമ്പോൾ 17,500 രൂപ കിട്ടും. അടുത്ത ആഴ്ചയിൽ അത് കഴിഞ്ഞിട്ട് വന്ന ബാച്ച് വരും. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് സൈക്ലിംഗ് ആയിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടുവരും. ഇതിങ്ങനെ ഓർഡർ ആയിട്ട് പോകും. അതായത് ഒരാഴ്ചയിൽ 17,500 രൂപ കിട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് ആയി എല്ലാ ആഴ്ചയിലും പോകും എന്ന ഒരു സ്വപ്നത്തിലാണ്. നമ്മുടെ കൺസെപ്റ്റാണ് അത്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഉദ്ദേശിച്ചത് അതാണ്. അപ്പം ഞാൻ അങ്ങനെ കൊടുന്നതിന് ശേഷം
ഈ കോഴികളെ കുട്ടികൾക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തു. സ്റ്റാർട്ടർ ഒരു ചാക്ക് വാങ്ങി. ആ സ്റ്റാർട്ടറിൽ നമ്മൾ തീറ്റ കൊടുക്കൽ തുടങ്ങി. അങ്ങനെയൊക്കെ വളരെ ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ പോവുകയാണ്. ആ പോണ സമയത്ത് ഈ കോഴികൾ ഇങ്ങനെ ഒരു 3 മാസം 4 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഈ 10-15 ദിവസത്തിന് കൊടുന്നിരുന്ന സ്റ്റാർട്ടർ തികയാത്ത അവസ്ഥ വന്നു. അത് വളർന്ന് വലുതായപ്പോൾ അവർക്ക് തീറ്റയുടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അപ്പം നമ്മളിത് കൂടുതൽ വാങ്ങണം. സത്യത്തിൽ ഈ തീറ്റ ചെലവ് നമ്മൾ അത്ര വലിയൊരു ഇതായിട്ട് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ എന്താ ഇത് ഒരു 3 ദിവസത്തിനൊക്കെ ഒരു ചാക്ക് 1650 രൂപ 3 ദിവസത്തിനൊക്കെ വേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ ഈ 3 ദിവസത്തിനൊക്കെ ഇതാകുമ്പോൾ 10 ദിവസം വേണമെങ്കിൽ നമുക്ക് 10,000 ചില്ലാനും രൂപ തീറ്റക്ക് വേണം. നമ്മളാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ്. കംപ്ലീറ്റ് തെറ്റ്. നമ്മളാകെ തകർന്നു എന്നല്ല, നമ്മൾ രാവും പകലും ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഇത് വേർക്കാൻ തുടങ്ങി. എന്താണ് ഇപ്പോൾ ഇതായിട്ട് ചെയ്യുക? ഇത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതിന് മുമ്പ് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറെ തൊഴിൽ കൂടി പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു സാമ്പത്തിക സ്ഥിതി അല്ലാത്തതുകൊണ്ട് നമുക്കിത് വലിയൊരു പ്രതിസന്ധി ആയിട്ട് തോന്നി. അങ്ങനെ 3-4 മാസം വരെയൊക്കെ ഞാൻ ഈ ചാക്ക് തീറ്റ കൊടുത്തിട്ടാണ് വളർത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് എന്തായാലും കോഴികൾക്ക് ഒരു 6 മാസം ആകുന്നവരെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഒരു മാസത്തിന് തന്നെ എനിക്ക് ഇവിടെ 15,000 രൂപ ഡെയിലി 500 വെച്ചിട്ട് കോഴിത്തീറ്റൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ട കണ്ടീഷനായി. ഞാൻ 500 ഇങ്ങോട്ട് കിട്ടാൻ വഴിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ആയപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അവിടെ വലിയൊരു പരാജയമായിരുന്നു എൻ്റെ. കാരണം ആദ്യത്തെ ഒരു 6 മാസം സത്യത്തിൽ ഇത് പരാജയം തന്നെ, 100% പരാജയമായിരുന്നു. എങ്ങനെയാണ് ഇതിനെ നമ്മുടെ ഒരു രീതിയിലേക്ക്, അതായത് ഒരു ലാഭകരമായ രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ? അതെ, അത് ഇവിടുന്നാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം വിട്ടുപോയി. ഈ 45 ദിവസമായിട്ട് വിൽക്കണം എന്നാണല്ലോ വിചാരിച്ചത്. ഈ കോഴികളെ സത്യത്തിൽ നമുക്കന്ന് ഈ ഗ്രൂപ്പും കാര്യങ്ങളും ഇതൊന്നും അറിയില്ല. നമ്മളറിയുന്നിടത്തും കോഴിക്കടയിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ഇതിനാർക്കും വേണ്ട. ഈ 45 ദിവസമായി 175 രൂപക്ക് വിൽക്കേണ്ട കോഴികൾ ആളില്ലാത്തതുകൊണ്ടാണ് ഇത് 3-4 മാസം വരെ നിന്നത്. ആർക്കും വേണ്ട. ഇവിടെ ഈ നാട്ടിൻപുറത്ത് അത്ര അറിയപ്പെടുന്ന ഒരു കോഴിയല്ല ഇത്. അപ്പോൾ ഇത് ആർക്കും വേണ്ട. അങ്ങനെ ഇത് നിന്ന് വളർന്നു. അപ്പോഴാണ് ഈ തീറ്റയുടെ പ്രതിസന്ധി. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിലായപ്പോഴാണ് ഞാൻ അന്ന് കരിങ്കോഴി നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയപ്പോഴേ, നിങ്ങൾ ഇറക്കാൻ വിൽപ്പനയ്ക്ക് ശ്രമിച്ചപ്പോൾ അതിന് എന്ത് വില കിട്ടുമായിരുന്നു? അതായത് സാധാ നാടൻ കോഴിയുടെ വിലയാണോ അതിലും താഴെയാണോ, എങ്ങനെയാണ് അതിന്? അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് നമ്മൾ 45 ദിവസത്തിൽ പറഞ്ഞാൽ കുഞ്ഞാണ്, ഇറച്ചിക്ക് തൂക്കി വെക്കാൻ പറ്റാത്ത പ്രായമാണ്. പക്ഷേ അന്നും ഇതിനെ ആർക്ക് വേണമെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയണില്ല, മാർക്കറ്റ് കണ്ടെത്താൻ കഴിയണില്ല. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ വീണ്ടും തീറ്റ കൊടുക്കേണ്ടി വരികയാണ്. പിന്നെ ഇത് വലുതായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയാം, ഇപ്പം നമുക്ക് ഇത് 1.5 കിലോനോളം തൂക്കമായി. ഇതിനെ ഇപ്പോഴും നിങ്ങൾ ഇറച്ചിക്കടയിലാണ് കൊണ്ടുപോയി കൊടുക്കണമെന്ന് വെച്ചാൽ 200 to 250 1 കിലോ കോഴിക്ക്. അപ്പോൾ 1.5 കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 400 രൂപയുടെ ഉള്ളിലാണ് കിട്ടുക. ഈ പ്രായം എത്താൻ ചാക്ക് ഫീഡ് കൊടുത്ത് വളർത്തിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 രൂപയോളം കോഴി കുഞ്ഞിൻ്റെ വിലയും തീറ്റയും കൂടി ആയിട്ടുണ്ടാവും. അല്ല, അയാൾക്ക് ചിലവായിട്ടുണ്ടാവും ഒരു കോഴിക്ക്. അയാൾക്ക് കിട്ടുക 400 രൂപയാണ്. അപ്പൊ ആ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. സത്യത്തിൽ ഇതിനൊരു മാർക്കറ്റ് നമ്മൾ പുറമെ കണ്ടെത്തൽ മാത്രമല്ല ഈ ഫുഡിനെ നമ്മൾ ലാഭകരമാക്കണം. അതെ. ഈ ഒരു ലെവലിലേക്ക് മാറിയത് എങ്ങനെയാണ്? അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് കൗതുകം. ഈ ഫുഡാണ് നമ്മളെ സത്യത്തിൽ ഇപ്പോൾ ലാഭകരമായ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് വീട്ടിലുള്ളത് ഇവർക്ക് ഇട്ട് കൊടുക്കൽ തുടങ്ങി. ചോറ് ഇട്ട് കൊടുക്കൽ തുടങ്ങി. അങ്ങനെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഇവർ നന്നായിട്ട് തിന്നുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി, ഇത് നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് വേസ്റ്റ് എടുത്തു കൊടുത്താലോ എന്ന്. അങ്ങനെ ഞാനൊരു 2-3 കടയിൽ പോയിട്ട് കുറച്ച് ഒരു വേസ്റ്റ് എടുത്തു കൊടുത്തു. ഇതിട്ട് കൊടുക്കുമ്പോൾ ഇവർ നല്ല ആവേശത്തിൽ തിന്നുകയാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് അതൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തു വെച്ചാൽ ഈ ചാക്ക് തീറ്റ, അതായത് 3 മാസം മുതൽ ചാക്ക് തീറ്റ സ്റ്റോപ്പ് ചെയ്തു. പതിയെ സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്ന് സ്റ്റെക്കാക്കരുത്. പതിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് രാവിലെ ഞാൻ എന്ത് ചോദിച്ചാൽ 2 ദിവസം മുമ്പേ കുതിർത്തി വെച്ച ഗോതമ്പ് ഉണ്ടാവും. ആ ഗോതമ്പിൻ്റെ ഒരു കുതിർത്തണം എന്തിനാ വെച്ചാൽ, വെള്ളത്തിലിട്ട് കുതിർത്തണം എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് 1 കിലോ ഗോതമ്പ് എന്ന് പറയുന്നത് വെള്ളത്തിലിട്ട് 2 ദിവസം കുതിർത്തിയാൽ അതൊരു 1.5-1.25 കിലോ ക്വാണ്ടിറ്റിയിലേക്ക് വരും. ചീർക്കും. അപ്പോൾ അല്ല, വെള്ളത്തിൽ കിടക്കുമ്പോൾ മുളയ്ക്കില്ല. ഇനി അഥവാ മുളച്ചാലും ഇത് വളരെ വിറ്റാമിനാണ്. ഈ കുതിർന്ന് മുളച്ച് നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റാമിനുള്ളൊരു
ടൈമാണത്. അപ്പോൾ അതുകൊണ്ട് കോഴികൾക്കും നല്ല പ്രോട്ടീനും കണ്ടൻറ്റുകളും അതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ ഈ രാവിലെ ഇവരെ തുറന്നു വിടുമ്പോൾ ഒരു കുറച്ച് ഗോതമ്പ്, ഒരു 2 കിലോ 3 കിലോ ഗോതമ്പ്, അന്ന് 500 കോഴിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിരുന്നു. പക്ഷേ എന്നാലും 15 രൂപയാണ് 1 കിലോ ഗോതമ്പിൻ്റെ വില വരുന്നത്. അത് കുതിർത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ ആ 1 കിലോ വേണ്ടി വരുന്നില്ല, 1 കിലോൻ്റെ ക്വാണ്ടിറ്റി ആവാം. അപ്പോൾ നമുക്കൊരു കൊടുക്കുന്ന സമയത്ത് തൂക്കുമ്പോൾ നമുക്ക് 1 കിലോന് നമുക്കൊരു 7.5 രൂപ 8 രൂപ കൂട്ടിയാൽ മതി, അത്രേ വരുന്നുള്ളൂ. അങ്ങനെ രാവിലെ വിടുമ്പോൾ ഒന്ന് അത് കുറച്ച് ഇട്ട് കൊടുക്കും. അതൊന്ന് കൊത്തിപ്പെറുക്കുക, നിലത്ത് മണ്ണിലാണ് ഇട്ട് കൊടുക്കുക, നാച്ചുറലായിട്ട്, അല്ലാതെ പാത്രത്തിലൊന്നും വെച്ച് കൊടുക്കില്ല. നേരെ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ അവർ കൊത്തിപ്പെറുക്കി ചെനക്കി തിന്ന് അവർ നേരെ ഈ പച്ചക്കറി വേസ്റ്റ് ഞാൻ കൊണ്ടുവരും. അതൊരു 3 ചാക്കൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്താൽ നേരെ പച്ചക്കറി വേസ്റ്റിലേക്ക് പോകും. ഈ ഗോതമ്പ് തിന്നതിന് ശേഷം അവരങ്ങനെ പോയി ആ പച്ചക്കറി വേസ്റ്റ് വൈകുന്നേരം വരെ ചിക്കിയിട്ടും ചെനക്കിയിട്ടും ഒക്കെ തിന്നും. അതായത് നിങ്ങൾ ഇവിടെ തുറന്നു വിടും? ഇത് തുറന്നു വിടും. ഈ ഒരു 6 സെന്റോളം സ്ഥലത്ത് നെറ്റ് കെട്ടിയിട്ടുണ്ട്, പുറത്തേക്ക് പോകില്ല. ഇവിടെ അവർക്ക് വെയിലും കാറ്റും മഴയും എല്ലാം കൊള്ളാം. എപ്പോഴെങ്കിലും കൂട്ടി കയറി കിടക്കണമെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും, അങ്ങനെ കയറി കിടക്കും. അതെ, നമ്മൾ ഈ ചാക്ക് ഫീഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പക്ക ജൈവമായിട്ടുള്ള ഫുഡിലേക്ക് അവർ വന്നു. അതെ 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 തിന്നുന്നത് കംപ്ലീറ്റ് നമ്മുടെ പച്ചക്കറി വേസ്റ്റ്. അതെ 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 ഓക്കെയാണ്. ഈ പച്ചക്കറി വേസ്റ്റ് തന്നെ നമ്മൾ കൊട്ടി കൊടുക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരാഴ്ചത്തോളം നമ്മൾ ഒരു ഭാഗത്ത് കൊട്ടി കൊടുക്കും. ആ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഭാഗത്താണ് കൊട്ടി കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഈ ഒരാഴ്ച അടിയിൽ കടന്ന് പച്ചക്കറി വേസ്റ്റ് അഴുകുമ്പോൾ അതിൽ ബ്ലാക്ക് സോൾജിയർ സ്പൈ എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രോട്ടീനുകളുള്ള ആളുകൾ ഇങ്ങനെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് കോഴിക്ക് ലൈഫ് ഫുഡായിട്ട് കൊടുക്കുന്ന ആ പുഴുക്കൾ ഇതിൻ്റെ അടിയിലുണ്ടാവും. അതെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കൈക്കോട്ടോട്ടൊന്ന് നല്ല ഉറച്ച് കിടക്കുന്ന വേസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെന്നെ ചെനക്കി ചിക്കി അത് തിന്നും. അപ്പോൾ ഇത് അങ്ങനെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ വൈകുന്നേരം കയറ്റുന്ന സമയത്ത് ഇതേപോലെ ഒരു ചെറിയൊരു അളവിൽ, ഒരു 2 കിലോ അളവിൽ കുറച്ച് ഗോതമ്പ് എടുത്ത് വീണ്ടും വെതറി കൊടുത്താൽ അത് കഴിച്ചിട്ട് അവർ കൂട്ട് കയറി കിടക്കും. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ കോഴികൾ ഇവിടെ തുറന്നു വിടും? ഇവിടെ തുറന്നു വിടും. ആ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ്ക, ഈ എൻ്റെ അറിവിൽ ഞാരുണ്ടോ അറിയില്ല, പക്ഷേ കേരളത്തിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ നിങ്ങളാണ് ഇത്രയും, അതായത് ഇതിനെ തുറന്നു വിട്ട് ഇത്രയും പക്ക കറക്റ്റായിട്ട് ഈ വേസ്റ്റൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അതായത് നമ്മൾ ഈ കുറച്ച് പച്ചക്കറി വേസ്റ്റ് കൊടുത്തത് കൊണ്ട് മാത്രം ഈ കോഴി ലാഭകരമായോ? അല്ല അത് നിങ്ങൾക്ക് നഷ്ടമാണ്? എങ്ങനെ അപ്പോഴും നമുക്ക് അതൊരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു ലാഭമാണോ? അത് എങ്ങനെയാണ്? അതെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അതിൻ്റെ മുമ്പ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ചാക്ക് ഫീഡുകൾ കൊടുക്കുമ്പോൾ കോഴി ഒരു 6 മാസം 6.5 മാസം കൊണ്ട് മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ ഞാനിത് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ കുറച്ച് വഴുകും മുട്ടയിടാൻ പറഞ്ഞു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അത് ഇവർക്ക് മറ്റേത് നമ്മൾ മുട്ട ഇടാൻ വേണ്ട കണ്ടന്റുകളാണ് ഇവരുടെ ശരീരത്തേക്ക് ഈ ലെയർ മാഷിലൂടെയും മറ്റേ ഗ്രോവറിലൂടെയും ഒക്കെ കൊടുക്കുന്നത്. ഇത് നാച്ചുറൽ ആകുമ്പോൾ കുറച്ച് ദിവസം വഴുകും. ഇവർക്ക് അത്ര ബൂസ്റ്റ് ഫുഡല്ല കിട്ടുന്നത്. വേറൊരു പ്രശ്നമില്ല, അതായിരിക്കും നാച്ചുറൽ മുട്ട. ഏത് അതിൻ്റെ സ്വാഭാവികമായ രീതിയിലുള്ള മുട്ട എന്ന് പറയുന്നത് അത് കൊത്തിപ്പൊറുക്കി തിന്ന് ജീവിക്കുമ്പോഴാണ്. കാരണം ഇതൊരു കാട്ടുകോഴിയാണ്, ഇതൊരു ഗേജിലിട്ട് വളർത്തുന്ന ഐറ്റം ബ്രീഡല്ല. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചത് വെച്ചാൽ, നമ്മൾ ഈ 1650 രൂപയുടെ സ്റ്റാർട്ടർ വാങ്ങിയിട്ട് 3 ദിവസം കൂടുമ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് ഇവർ 2 മാസം മുമ്പ് മുട്ട ഇട്ടാലും ഈ 2 മാസത്തെ മുട്ടയാണ് നമുക്ക് ലാഭം. 6 മാസത്തിലും 7 മാസത്തിലും മുട്ട ഇട്ടാലും നമുക്ക് 2 മാസത്തെ മുട്ടയാണ് ലാഭം. പക്ഷേ ഒരു 9 മാസത്തിൽ മുട്ട ഇട്ടോട്ടെ, അല്ലെങ്കിൽ ഒരു 8 മാസം ആയിക്കോട്ടെ, എനിക്കിവിടെ തീറ്റ ചെലവില്ലാത്തതുകൊണ്ട് 2 മാസം അവർ ഇടണ്ട, പ്രശ്നമില്ല. നമുക്ക് ഈ 2 മാസത്തെ മുട്ട കിട്ടിയാൽ ഈ 2 മാസത്തെ തീറ്റ ചെലവ് പോവില്ല. കാരണം പൂവൻ മുട്ട ഇടൂല, പൂവനും നമ്മൾ തീറ്റ കൊടുക്കണം. 50 പെടക്കോഴി ഉണ്ടെങ്കിൽ 50 പെടക്കോഴി ഒരു ദിവസം മുട്ട ഇടൂല, 25ആണ് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഇതൊരു നാടൻ കോഴിയുടെ ടൈപ്പിൽ വരുന്ന ബ്രീഡാണ്. ഒന്നരാടം 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മുട്ട ഇടുക. അപ്പോൾ നമുക്കിത് തീറ്റ ചെലവ് കൂടണം. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഈ 6 6.5 മാസം കൊണ്ട് ചാക്ക് തീറ്റ കൊടുത്ത് മുട്ട ഇടുന്ന കോഴി, ആ കോഴി 8 മാസത്തിൻ്റെ ഉള്ളിൽ മുട്ട ഇട്ടാൽ മതി. പക്ഷേ നമുക്കിവിടെ ചിലവില്ല. പിന്നെന്തിനാ അവന് 8 മാസം വരാമത്തിൻ്റെ മുമ്പ് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അത് ക്ലിയർ അതിൻ്റെ സ്വാഭാവികമായ ക്വാളിറ്റിയിൽ നാച്ചുറലായി വരുന്ന സാധനമാണ്. അതാണ് അതിലുള്ളത്. പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ കഴുകിയിട്ട് കൊടുക്കണം, മഞ്ഞപ്പൊടിയിലിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യത്തിൽ ചെയ്യലെന്താ വെച്ചാൽ,
അവിടെ അഴുകിയതോ ചീഞ്ഞതോ കേടുവന്നതോ എന്തോ ആവട്ടെ അവർ തരുന്ന വേസ്റ്റ് അങ്ങനെ കൊടുന്ന് നമ്മളെ പറമ്പിലാണ് കൊട്ടി കൊടുക്കും. അത് കഴിച്ചിട്ട് ഇതുവരെ ഒരു കോഴി പോലും അത് കഴിച്ചിട്ട് ഇവിടെ ചത്തിട്ടില്ല. ഒരു കർഷകനെ സംബന്ധിച്ച് ഇത് ഈ കരിങ്കോഴി, കാരണം കരിങ്കോഴിക്ക് ഇവിടെ നാട്ടിലുള്ള കടകളിൽ കൊണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നു. അതെ അതെ അതെ. പിന്നെ ഇതിനെ തേടി ആളുകൾ ഇങ്ങോട്ട് വരിക തന്നെ വേണം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് അപ്പോഴും ഇത് ലാഭകരമാണോ? അതാണ് എൻ്റെ ഒരു സംശയം. അതെ, അതിലിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് 3 സെക്ഷനാണ്. ഈ ഒരു തീറ്റ ചെലവ് കുറഞ്ഞ എൻ്റെ ഒരു അനുഭവത്തിൽ. അതായത് ആദ്യം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചാക്ക് തീറ്റയുടെ പോലെ അതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 3 രൂപ 100 കോഴിക്ക് ചിലവ് വരും. പിന്നീട് നമ്മളത് കുറച്ച് ഇപ്പോൾ നമുക്ക് 100 കോഴിക്ക് 120 കോഴിക്ക് 100 രൂപയാണ് ചിലവ് വരുന്നത്. അതായത് 1 രൂപ ഒരു കോഴിക്ക് വരുന്നു എന്ന് കണക്ക് കൂട്ടാം. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പം ലൈവിൽ നമുക്ക് ഈ 100 രൂപയും ചിലവ് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പച്ചക്കറി എടുത്തിരുന്നത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കൂടുതൽ പച്ചക്കറി വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടൗൺ ഏരിയയിലുള്ള പച്ചക്കറി കടകളിൽ പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് പച്ചക്കറി ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, വേസ്റ്റ് കൊണ്ടുപോകുന്നത്. പച്ചക്കറിക്കാരൻ വേസ്റ്റ് കൊണ്ടുപോകാൻ പൈസ കൊടുക്കും, ഈ കോഴിക്കടയത്തൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്ന പോലെ. കാരണം അവിടെ ചെറിയ ചെറിയ പച്ചക്കറി കടകളാണ്. ഇതിൻ്റെ വേസ്റ്റും കവറൊന്നും എവിടെ ഇടാൻ പറ്റില്ല. റോഡിനോട് ചേർന്ന് ചന്ത പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ ആഴ്ചയിൽ 300 രൂപയാണ് കൊടുക്കൽ, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇതൊന്നും പറയാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു, സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ വലിയ കട തിരഞ്ഞെടുത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് വലിയ ഹോൾസെയിൽ പച്ചക്കറി കടയിൽ പോകുമ്പോൾ 300 രൂപ തന്നെയാണ് അവരും തരിക ഇങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുപോകണേന്. പക്ഷെ അത് 10-12 ചാക്ക് വേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് അത്ര ആവശ്യമില്ല. മാത്രമല്ല ഒരു 300 കിട്ടണുള്ളൂ. അപ്പം എനിക്ക് തോന്നിയൊരു യുക്തിയിൽ എന്ത് ചെയ്തു വെച്ചാൽ ഇടത്തരം കടകളായ ഒരു 4 കടകൾ തിരഞ്ഞെടുത്തു. 4-5 കടകൾ. ഈ 5 കടകളിലെ വേസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു 4-5 ചാക്ക് വേസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള വേസ്റ്റ് ആവും. പക്ഷേ ഈ 5 കടകളിൽ നിന്ന് ഒരാഴ്ചയിൽ 300 രൂപ വെച്ചിട്ട് നമുക്ക് 1500 രൂപ ഒരാഴ്ചയിൽ കിട്ടും. അപ്പോൾ ഈ ആഴ്ചയിൽ കിട്ടുമ്പോൾ നമ്മൾ ഈ പെടകൾക്ക് കൊടുക്കുന്ന ഈ തീറ്റക്കാണ് നമ്മൾ ഒരു 70 രൂപയോളൊക്കെ വരുന്നത്. 30 രൂപയുടെ ഗോതമ്പ് 2 കിലോ ബാക്കിയുള്ള പൂവന്മാർക്ക് കൊടുക്കണുള്ളൂ. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്ന ഫുഡിൻ്റെ കോസ്റ്റ് നമുക്ക് 1500 രൂപ ഇവിടെ ആഴ്ചക്ക് കിട്ടുകയാണ്. ഒരു 5 ആഴ്ച വരുന്ന മാസങ്ങളാണെങ്കിൽ നമുക്ക് 1500 7500 രൂപ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യത്തിൽ തീറ്റ ചെലവില്ലാത്തൊരു ഫാമാണിത്. നിങ്ങൾക്ക് ഇത്രയും പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ സത്യത്തിൽ കംപ്ലീറ്റ് ലാഭമാണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ 45 ദിവസമായിട്ട് 1750 രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 1750 വാക്സിന് മാത്രം നമുക്ക് ഇവിടുന്ന് കിട്ടണില്ല, അത് കാശ് കൊടുത്ത് വാങ്ങണതാണ്. ആ പൈസയാണ് ഇപ്പോൾ നിലവിൽ ചിലവായിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ഈ ഓർഗാനിക് കേരളയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു ബുദ്ധിയല്ല. നമ്മൾ പെട്ടുപോയ പരാജയത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, ആ ഒരു വിഷമത്തിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നുണ്ടായ ഒരാശയവും അതുകൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് ആ വിഷമങ്ങൾക്കൊക്കെ ഒരു പ്രതിഫലമായിട്ട് വന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇപ്പം നിലവിൽ നമ്മുടെ ഫാമിൽ തീറ്റ ചെലവിനുള്ള പൈസ പോലും ചെലവില്ല എന്ന് തന്നെ പറയാം. അതെ, അത്യാവശ്യം നല്ലൊരു ലാഭകരമായ രീതിയിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ കരിങ്കോഴിയെ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ, വളരെ സന്തോഷമുള്ള കാര്യമാണ് സത്യത്തിൽ. ഇത്രയും ഇത് നിന്ന് ഇതിനൊരു വിജയത്തിലേക്ക് കൊണ്ടുവരിക, അതിനെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിച്ച് പോവുക, അതിനെ വലിയൊരു ഇങ്ങോട്ടുള്ള ഒരു ലാഭമാക്കി മാറ്റുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതായത് കോഴിയെ വിറ്റ് ലാഭം, തീറ്റയെ എങ്ങനെ ഇങ്ങോട്ട് കാശ് ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇത് എല്ലാ ടൗണുകളിലും ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ കൂട്ടുകാർ ആരാണെങ്കിലും ഇത് ഇറങ്ങുന്നവർ ആദ്യം അതൊക്കെയാണ് സെർച്ച് ചെയ്ത് കണ്ടെത്തി നിൽക്കേണ്ടത്. കാരണം ഇതിലൊക്കെയാണ് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പൂവന്മാർക്ക് നമ്മൾ വെറും കുറച്ച് ഗോതമ്പ് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വള്ളത്തിൽ നിന്ന് കുതിർത്തിയതെടുത്ത് അങ്ങനെ കൊടുക്കുകയാണ്. പെടകൾക്ക് ഇപ്പോൾ ഈ മുട്ടയിടുന്ന സമയത്ത് അവരുടെ മുട്ടയുടെ പ്രൊഡക്ഷന് നിലനിൽക്കാനും അതൊരു റെഗുലറായിട്ടുള്ള ഒരു രീതിയിൽ പോകാനും അവർക്ക് ആവശ്യമായ വിറ്റാമിൻസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീറ്റയുടെ മിക്സാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് അരിത്തവിടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. അരിത്തവിട് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കണത് ഇവിടെ ഇല്ല. അതെന്താ സംഭവിച്ചാൽ അത് തീർന്നിരിക്കുകയാണ്. അവിടെ നിന്നല്ല ലോഡ് കയറിപ്പോയി. ഇന്ന് നെല്ല് ശരിയാക്കണതിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത് വൈകുന്നേരത്തിനേ കിട്ടുള്ളൂ. അപ്പോൾ ആ
അരിത്തവിട് മാത്രമല്ലാത്തതാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അത് പ്രേക്ഷകരോട് പ്രത്യേകം പറയുകയാണ്. ഇതിപ്പോൾ ഗോതമ്പ് തവിടാണ്. നമ്മൾ ഗോതമ്പിന്റെ തവിട് ഇത് കുറച്ചളവിലേ നമ്മൾ കൂട്ടലുള്ളൂ സാധാരണ. ഇപ്പൊ ഇന്ന് അരിത്തവിട് കുറവായതുകൊണ്ട് ലേശം കൂട്ടുകയാണ്, കുറച്ച് കൂടുതൽ കൂട്ടുന്നുണ്ട്. ഇതെപ്പോഴും കുറച്ച് കമ്മി കൂട്ടിയാൽ മതി. കാരണം ഇതിനൊരു ഈ മുട്ട ഇടാനുള്ളൊരു നെയ്യ് കെട്ടിന്റെ ചെറിയൊരു വിഷയം ഈ ഗോതമ്പിന് വരുന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ ഈ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും നല്ല മുട്ടക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് നമ്മുടെ അരിത്തവിടാണ്, നെല്ലിന്റെ തവിടാണ്. നെല്ലിന്റെ തവിടാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആ കാര്യത്തിൽ കാൽസ്യം കണ്ടന്റ് ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ നെൽത്തവിടാണ് നമ്മൾ കൂടുതലായിട്ട് കൂട്ടല്. പക്ഷെ എന്നാൽ അതില്ലാത്തതുകൊണ്ട് ഇത് കൂട്ടണമെന്ന് മാത്രം. അതേപോലെ പിന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അരി. അത് നമ്മുടെ അടുത്ത് എന്ത് അരിയുള്ള വെച്ചാൽ വേസ്റ്റ് അരി എന്താണെങ്കിൽ ആ അരി കൊടുക്കും. പിന്നെ കുതിർത്ത ഗോതമ്പ് ഒരു ലേശം കൂട്ടും. അതേപോലെ ലെയർ പല്ലറ്റ്, ലെയർ മാഷ് നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ലെയർ മാഷ് മിക്സ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്കൊരു വയറ് നിറഞ്ഞൊരു ഫീല് വരാൻ കുറവാണ്. കാരണം തവിട് പിന്നെ ലെയർ മാഷും ഇതേപോലെ പൊടിയാണ്. അപ്പോൾ ഒരു കൊത്തി തിന്നാനുള്ളൊരു ഇത് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഫുഡിനൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെയർ പല്ലറ്റ് ഉപയോഗിക്കുന്നത്. രണ്ടിലും ഒരേ കണ്ടന്റ് തന്നെയാണ്. പക്ഷെ അതാകുമ്പോൾ കുറച്ചും കൂടി വയറ് നിറഞ്ഞൊരു ഫീൽ അവർക്ക് ഉണ്ടാവും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് മിക്സിങ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറച്ച് അരിത്തവിടും കൂടി ഇല്ലാത്തതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇത് ഇടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സാധനത്തിന്റെ 1/3 നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൂ ഈ തവിട്. ബാക്കി 2% അരിത്തവിടായിരിക്കും. ഇതെടുക്കുക, അരിയൊക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് അരിയാണ്. ഇതിങ്ങനെ ലോക്കൽ അരി വാങ്ങിക്കാൻ കിട്ടുമോ? കിട്ടും. ഇത് നമുക്ക് പിന്നെ ഇപ്പം ഈ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ആയിരിക്കുന്ന അരികളൊക്കെ ആളുകൾ ഇങ്ങനെ കൊടുന്നു തരും. ഇതിപ്പോൾ 2 പാത്രം അരി ഇടും ആ പാത്രത്തിന്. അത് കഴിഞ്ഞാൽ നമ്മൾ 2 പാത്രം പെല്ലറ്റ് ഇടും, ലെയർ പെല്ലറ്റ്. അതൊക്കെ മകനാണിത് കാര്യമായിട്ട് മിക്സിങ്ങേ. അപ്പോൾ അവന് ആ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പെല്ലറ്റ് 2 പാത്രം. ഇത്ര ഇട്ടാലേ ഇത് ഇത്ര തീറ്റ മതിയല്ലോ എല്ലാവർക്കും ഇഷ്ടം പോലെ. ഇത് പടകൾക്ക് നമ്മൾ ഇപ്പം ഇട്ട് കൊടുത്താൽ ഇപ്പം അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോനോളം വരുന്ന സാധനം അവിടെ ബാക്കി ഉണ്ടാവും. ആ ബാക്കി നമ്മൾ വെക്കണത് എന്തിനാ വെച്ചാൽ അതാണ് അതിൻ്റെ അളവ്. കാരണം ആ ബാക്കി വെക്കണ അവർക്ക് ഇടയിലൊന്ന് വിശന്നാൽ അത്യാവശ്യം ഒന്ന് കൊത്തിപ്പെറുക്കാനുള്ള ഒരു സാധനം നമ്മളവിടെ വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിട്ടത് ലെയർ പെല്ലറ്റാണ്, ലെയറിൻ്റെ പെല്ലറ്റ്. ഇനി നമ്മൾ ഇതിൽ ചേർക്കാറുള്ളത് സാധാരണ അല്ലെങ്കിൽ കോഴിമുട്ടയുടെ തോടുണ്ടല്ലോ, കാൽസ്യം മുട്ട ഇടുന്നവർക്കുള്ള തീറ്റ ആയതുകൊണ്ട് കോഴിമുട്ടയുടെ തോട് കൊടുന്ന് ഉണക്കി പൊടിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം തിരക്കാവുകൊണ്ട് അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതില്ലാത്ത സമയത്ത് നമ്മൾ ചേർക്കുന്നത് കാൽസ്യത്തിൻ്റെ ഒരു പൗഡറാണ്. കാൽപ്പോവേറ്റ് എന്ന് പറഞ്ഞ ഈ പൗഡറാണ്. ആ പൗഡർ ഇത് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടത് 2 സ്പൂണാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഇതിങ്ങനെ സ്ഥിരം കൂട്ടുന്നതുകൊണ്ട് അങ്ങനെ സ്പൂൺ അളവൊന്നും അളവ് ഇതാക്കലൊന്നുമില്ല. ഇത്രേ വേണ്ടുള്ളൂ. ഇത് ഇനി ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ പൗഡറൊക്കെ എല്ലാ ഭാഗത്തും മിക്സായി കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ എല്ലായിടത്തും ഒരേപോലെ മിക്സ് ചെയ്തു. പക്ഷെ ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊടുക്കണതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് വളരെ ഡ്രൈ ആണ്. ഇത് അവരവിടെ തൂളിച്ച് കളയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൽ ഈ ചേർത്ത കാൽസ്യം പൗഡർ ഇല്ലേ, ഈ പൗഡർ അടിയിൽ പാത്രത്തിൽ അവിടെ അങ്ങനെ കിടക്കും. അത് കോഴികളെ വയറ്റിൽ പെടൂല. അപ്പോൾ അതിന് നമ്മൾ അവർ കഴിക്കാൻ സൗകര്യത്തിനും തൂളിച്ച് കളയാതിരിക്കാനും കാൽസ്യം പൗഡർ ഇതിൻ്റെ കൂടെ ലയിക്കാനും കൂടെ കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് മിക്സ് ചെയ്യും. പറ്റ കുതിർത്തണമെന്നില്ല, ഒരു നനഞ്ഞൊരു പരുവം. ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കി ഇത് ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പഠനം നിർത്താൻ പാടില്ല, പഠനം തുടരുക. കാരണം അറിവ് നിറയൂല എന്നാ പറയാ. അറിവ് ഒരാൾക്കുവേ കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗോതമ്പും കൂടി ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. കുതിർത്ത ഗോതമ്പ് ഇത് കണ്ടോ,
ഇത് ഇപ്പോൾ കുതിർത്ത ഗോതമ്പാണ്, 2 ദിവസമായിട്ട് വെള്ളത്തിൽ കിടന്ന ഗോതമ്പാണ്. ഇതിലെന്താ വെച്ചാൽ ഇതെങ്ങനെ വേഗം ഈ പാല് പെരുവാകും. ഇത് ഈ പാല് പെരുവാകുമ്പോഴാണ് ഇതിന് വിറ്റാമിൻസ് കൂടുതൽ. മാത്രമല്ല നമുക്ക് ക്വാണ്ടിറ്റി ഇത്ര ഉണ്ടാവില്ല ഒരു ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ, അത് പിന്നെ ചീർത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് 2 ഗുണമുള്ളത് അതാണ്. അപ്പോൾ ഇത് ചേർന്നാൽ നമ്മൾ ഈ തീറ്റയുടെ പെടകൾക്കുള്ള നല്ല ക്വാണ്ടിറ്റി ആയി. ഇത് പെടകൾക്കുള്ള തീറ്റ വെള്ളം പുറത്തന്നെ കൊടുത്ത് കളഞ്ഞൂല്ലേ. രസം നീക്കിയിട്ട് ആ പച്ചക്കപ്പോ ചുവപ്പ് കപ്പോ എന്തെങ്കിലും ഒന്ന് മുട്ട എടുക്കുകയാണ്. നമുക്കൊരു ആവറേജ് 20-25 മുട്ടയാണ്. അത് ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോഴും മുട്ട ഞാൻ ആദ്യം മുട്ടയാണ് വിറ്റിരുന്നത്. അത് 30 രൂപയായിട്ട്, ഒരു മുട്ടക്ക് 30 രൂപയായിട്ടാണ് വിറ്റിരുന്നത്. പക്ഷേ അത് പിന്നെ ഞാൻ അങ്ങനെ നിർത്തി. നമ്മൾ ഇൻക്യുബേറ്ററിൽ കുട്ടികളെ വിരിയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലെത്തിയപ്പോൾ അത് നിർത്തി. മാത്രമല്ല അതിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടുന്ന് മുട്ട കൊണ്ടുപോകും, വേറെ എവിടുന്നെങ്കിലും മുട്ട വാങ്ങിയിട്ടുണ്ടാവും പല കോഴികളി. പിന്നെ ഇത് വിരിയുമ്പോൾ ഇതിൽ നാടനില്ല, കരിങ്കോഴി കുറവാണ്, ക്രോസാണ്, നാടൻ കുട്ടിയായി. പിന്നെ മാത്രമല്ല കാലുമ വെള്ളയായി, വയറിൽ വെള്ള തൂവലായി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാവും. പിന്നെ ചിലർ വിളിച്ചിട്ട് കറക്റ്റ് ഇൻക്യുബേറ്റർ ആയിട്ടില്ലെങ്കിൽ അത് വിരിഞ്ഞില്ല, കുട്ടികളുണ്ടായി പുറത്തേക്ക് വന്നില്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ട നമ്മൾ തന്നെ വിരിയിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതെ, അതിങ്ങനെ രാവിലെ ഒരു ബാച്ച് എടുക്കും. ഫുള്ളായിട്ട് ഉച്ചക്കല്ല എടുക്കാറ്. രാവിലെ ഒരു ബാച്ച് എടുക്കും നമ്മൾ. അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഒരു ബാച്ചും കൂടി ഉണ്ടാവും. രാവിലെ നമുക്കൊരു 8-10 മുട്ടേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ബാക്കി മുട്ട കിട്ടും. ഇന്നിപ്പോൾ തീറ്റ കൊടുക്കാൻ വഴികൊണ്ട് ഒരു ലേശം മുട്ട കുറവുണ്ട്. 2, 4, 2, 4, 6, 8, 9, 10, 11, 12, 13, 14, 15. ചിലപ്പോൾ അങ്ങനെ കൂട്ടി വെക്കും. അപ്പം എത്രയാണെന്നുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളെ അനീഷ് ഖാൻ്റെ ഈ ഫാം കണ്ടു. സത്യത്തിൽ നിങ്ങളോട് ഇത് പ്രത്യേകിച്ച് വിവരിച്ച് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ. ആരാണ് ഈ എല്ലാ കർഷകരും ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭക്ഷണം തന്നെയാണ്, കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണം. അപ്പോൾ ഇതിൽ എനിക്കിവിടെ വന്നപ്പോഴേ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു സമയമാട്ടോ ഇത്. കാരണം നോക്കൂ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് എടുക്കുന്നു. ഈ വേസ്റ്റ് എടുക്കുന്നതിന് നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്നു. ഒരു കോഴിക്ക് കൊടുക്കേണ്ട വാക്സിൻ്റെ കാശ് മാത്രമല്ലാതെ അനീഷ്കയ്ക്ക് വേറൊന്നും ചിലവാകുന്നില്ല. അതായത് ഒരു കോഴി ഒരാൾ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ ആ കാശെല്ലാം തന്നെ ലാഭമാണ്. അതായത് നമ്മുടെ ഈ പണിക്കൂലി ഒഴിച്ചാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, അനീഷ്കനെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഈ ഒരു വർഷം നോക്കണം, കാലങ്ങളായിട്ടില്ല കേട്ടോ, 1 വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു കാലത്തിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രോഫിറ്റായിട്ട് ഇതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. അതായത് തുടക്കത്തിലുണ്ടായ പരാജയമാണ്. അവനവൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയിടത്ത് നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരേണ്ട ഒരാവശ്യം. അത് ചില ആളുകൾ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലെത്തുമ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഒരുപാട് കർഷകർ നമ്മളോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫാം തുടങ്ങുമ്പോൾ നമുക്ക് പരാജയമുണ്ടാവാം, വിജയമുണ്ടാവാം. ആത്യന്തികം ഈ ജീവികളോടുള്ള സ്നേഹം, അതിനെ ആത്മാർത്ഥമായിട്ട് പരിചരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. അതിനെ ഏറ്റവും ഒരു കർഷകൻ ഏതൊക്കെ വഴികളിലൂടെയാണോ സഞ്ചരിക്കേണ്ടത് ആ വഴികളിലൂടെ സഞ്ചരിച്ച് ഇതൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ പെടാപ്പാട് പെടുന്ന കർഷകരുടെ ഇടയിൽ ഇന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അനീഷിക്ക. അനീഷ്കനെ ഞാൻ ഈ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ 100% സാറ്റിസ്ഫൈഡാണ്. കാരണം അദ്ദേഹം ഒരു കരിങ്കോഴിയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു സമയത്താണ് നമുക്ക് കരിങ്കോഴി എന്താണെന്നും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അനീഷ്കൻ്റെ കരിങ്കോഴി എങ്ങനെ നമുക്ക് ഇതാക്കാന്നുള്ളതൊക്കെ നമുക്ക് വരുന്നുണ്ട്, പുതിയൊരു ഇത് വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. അനീഷ് ഖാനെ പോലെയുള്ള ആളുകളെ നമുക്ക് ലോകമൊട്ടാകെ അറിയിക്കണം. കാരണം കരിങ്കോഴിയെ നാച്ചുറലായിട്ട് വളർത്തുക, അതിനൊരു സ്വന്തമായിട്ടൊരു മാർക്കറ്റ് കണ്ടെത്തുക. കാരണം അദ്ദേഹം നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ മാർക്കറ്റിംഗ് ആയിരുന്നു, ഭക്ഷണത്തിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെ ആയിരുന്നു. ഇന്ന് അതെല്ലാം വളരെ പക്കയായിട്ടാണ് നടക്കുന്നത്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് ഖാൻ. ഇവിടെ വണ്ടിയൊക്കെ ഓടി അവനവൻ്റെ കുടുംബം നല്ല രീതിയിൽ പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം. ഇദ്ദേഹത്തെ പോലെയുള്ള കർഷകർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇത്രയും കാലം നമുക്ക് തന്ന പോലെ എല്ലാ സപ്പോർട്ടോടും കൂടി ഉണ്ടാവുക. എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിക്കുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. തുടർന്നും അനീഷ് കെയെ പോലെയുള്ള ഒരുപാട് കർഷകരെ നമുക്ക് ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട്. തുടർന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.